നുണപ്രചാരണങ്ങളുമായി ജി സുധാകരനെതിരെ പുന്നപ്രയിൽ CPMന്റെ വിശദീകരണ യോഗം. സന്ദീപ് വാചസ്പതിക്ക് വലിയ ചുടുകാട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കയറാൻ അനുമതി നൽകിയത് സുധാകരനെന്ന് ഏരിയ സെക്രട്ടറി ശ്യാംജി പറഞ്ഞു. സഹോദരൻ ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയത് KSU അല്ലെന്ന് ജി സുധാകരൻ പറഞ്ഞു എന്നതായിരുന്നു CS സുജാതയും R നാസറും നടത്തിയ നുണപ്രചരണം. ഇവർക്ക് എന്താ അർഹതയാണ് ഭുവനേശ്വരനെ പറ്റി ഇവർക്കറിയാമോ? ഭുവനേശ്വരൻ ആരാണ്? ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വിഷമമുള്ള ഇവർക്കറിയും. 18 വയസ്സുള്ള BA ഇക്കണോമിക്സ് 2ാം വർഷം പന്തളം കോളേജിൽ പഠിക്കുന്ന അവന് SFI യൂണിറ്റ് സെക്രട്ടറി 3500 കുട്ടികളുള്ള ഏറ്റവും വലിയ 1ാം ഗ്രേഡ് കോളേജുള്ള ഇവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി പാർട്ടി മെമ്പറുമാണ് അമേരിക്കയിൽ, നമ്മുടെ നാട്ടിൽ അമേരിക്ക താലൂക്ക്. അവൻ രാവിലെ ഫസ്റ്റ് അവറിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ SFIയുടെ 2-3 പ്രവർത്തകരെന്ന് പറഞ്ഞു, പാതകം ഭുവനേശ്വര നമ്മുടെ സഹാക്കളെ തല്ലുന്നു വാന്ന് പറഞ്ഞു. ഉടനെ എഴുന്നേറ്റപ്പോൾ അധ്യാപകൻ പറഞ്ഞു പോകണ്ടായി പോകും. പക്ഷേ യൂണിറ്റ് സെക്രട്ടറി അല്ലേ, അവൻ പോയി പടി കയറി മേടി ചെന്നപ്പോൾ പ്രിൻസിപ്പലിൻ്റെ പോവാം. അതിന് മുമ്പിൽ കുറേ സ്ഥലമൊക്കെ അവിടെ സൈക്കിളിൽ ചെടിയും ഇരുമ്പോടിയായിട്ട് കുറേ പേര് നിൽക്കുക. കേസുകാർ മാത്രമല്ല, പന്തളത്തെ നായപ്രമാണിമാരുണ്ടാക്കിയ ഒരു സംഘടനയുണ്ട് DSU, ഇന്നത്തെ NDPയുടെ വിദ്യാർത്ഥി സംഘടന. അവരാണ് മുമ്പിൽ, മറ്റൊരു പുറകിലാണ്. ചെന്നപ്പോൾ തന്നെ കണ്ണിട്ട് അടിയാണ് സൈക്കിൾ ചെയ്ത് കണ്ണു കൂട്ടിപ്പോയി. അധ്യാപകരുടെ മുറിയ സ്റ്റാഫ് റൂം അവിടെ പോയി ഒരു കസേരയിലിരുന്ന് മേശപ്പുറത്ത് തല കുടിച്ച് വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KSUക്കാർ ഓടിച്ച കുറേ SFI പ്രവർത്തകർ ഓടിയും കുടിക്കാൻ തോന്നുന്നത്. അവരവനെയൊന്നും മൈൻഡ് ചെയ്തില്ല. അവർ ജനല് തുറന്ന് പൈപ്പ് വഴി അവരവിടെ പാട്ടിൽ പോയി. ഇവരവിടെ കിടന്ന് അവരെല്ലാം കുടിച്ചോട്ട് വന്നു. കാലെ പിടിച്ചൊരു 10-30 അവിടെ നിലത്ത് തലച്ചോറ് തകർന്നു. അവിടെ കളഞ്ഞിട്ട് ചവിട്ടി തോൽക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടി ശബ്ദവും പോയി, എല്ലാം പോയി. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നിർണായക വാർത്താ സമ്മേളനത്തിൽ ജി സുധാകരൻ സഹോദരൻ ഭുവനേശ്വരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്നാൽ R നാസറും CS സുജാതയും പ്രചരിപ്പിച്ചതാകട്ടെ ഇങ്ങനെയും. നമ്മളെ രക്തസാക്ഷി നമ്മൾ ഭുവനേശ്വരനെ മറക്കണം. ഭുവനേശ്വരന്റെ ജ്യേഷ്ഠനാണ്. അതേ നമ്മുടെ ഞങ്ങളൊക്കെ SFIയിൽ പ്രവർത്തിച്ചു. ഞങ്ങളൊക്കെ പഠിച്ചു വന്നുമ്പോൾ രക്തസാക്ഷി പറഞ്ഞത്. ഞങ്ങളൊക്കെ അന്ന് SFIയുടെ സമ്മേളനങ്ങളിൽ ചേരുമ്പോൾ ഞങ്ങളൊരു ഗാനം ആലപിക്കും. സാവ് ഏടാച്ചേരി രാമേന്ദ്രൻ എഴുതിയൊരു ഗാനമുണ്ട്, ഭുവനേശ്വര എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. ഭുവനം എന്നൊരു ഗാനം ആലപിക്കുകയായി ഭുവനേശ്വര എന്ന് കരിമുളയ്ക്കൽ അന്ന് തന്നെ എഴുതിയ എന്ന് പാടി ഞങ്ങളെല്ലാം ആവേശം കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചതാണ്. ഞങ്ങളെയൊക്കെ യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നതിൽ ആ രക്തസാക്ഷ്യം വലിയ പങ്കുവഹിച്ചിട്ടുള്ളത്. ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെ തള്ളിപ്പറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ നമുക്ക് ആർക്കും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഡിസംബർ മാസം 2-ാം തീയതി KSUവിന്റെയും DSUവിന്റെയും ഗുണ്ടകൾ പന്തളം NSS കോളേജിൽ അദ്ദേഹത്തെ ആക്രമിച്ച് 7-ാം തീയതിയാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ആ ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയതിൽ KSUവിനൊരു പങ്കുമില്ല, നായർ ഗുണ്ടകളാണ് ചെയ്തത് എന്ന് സുധാകരൻ സാഹിബിനെ പോലെ ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? അദ്ദേഹത്തോടുള്ള എല്ലാ ഇഷ്ടവും നമുക്ക് കുറയില്ലേ? സന്ദീപ് വാചസ്പതി വലിയ ചുടുകാട്ടിൽ പുഷ്പാർച്ചന നടത്തിയത് സുധാകരനിൽ നിന്ന് അനുമതി വാങ്ങിയെന്നാണ് അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി ശ്യാംജിയുടെ വിശദീകരണം. നമ്മളൊരു ദിവസം കണ്ടു, നമ്മുടെ എല്ലാ ഹൃദയത്തിലാണ് പുന്നപ്ര വയലാർ, നമ്മുടെ മണ്ഡപം, വലിയ ചുടുകാട്, മഹാരഥന്മാർ അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. അവിടെ നോക്കുമ്പോൾ ഒരു ദിവസം ആ ഗേറ്റ് ചവിട്ടി തുറക്കുകയാണ്. ആരാണ് ചവിട്ടി തുറന്നത്? ചവിട്ടി തുറന്ന RSSകാരനാണ്. RSSകാർക്ക് ജി സുധാകരൻ നിർദ്ദേശം കൊടുക്കുകയാണ്, ഇവിടെ പാർട്ടി അരച്ച് RSSുമായി ആക്രമണം നടത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് എവിടെ കയറണം? രക്തസാക്ഷികളുടെ നെഞ്ചത്ത് ചവിട്ടാൻ RSSകാരന് അനുമതി കൊടുത്ത നേതാവാണ് സുധാകരൻ. ഓർത്തോണം, നിങ്ങൾ ഓർത്തോണം. സംഘപരിവാറിന്റെ BJPയുടെ സന്ദീപ് വാചസ്പതി എന്ന് പറയുന്നയാൾ ചുമ്മാ തങ്ങുമെന്ന് നമ്മുടെ മണ്ഡപത്തിൽ കയറുവോ? ഈ കാര്യവും അറിഞ്ഞുകൊണ്ട് പാർട്ടിയിൽ തുടരാൻ സുധാകരനെ നിർബന്ധിച്ചവർക്കെതിരെയല്ലേ നടപടി എടുക്കേണ്ടതെന്ന സംശയമാണ് യോഗത്തിന് എത്തിയവർക്കുള്ളത്. ഇതേസമയം സലാം ഉന്നയിച്ച പ്രധാന വ്യാജാരോപണം VSനെ സുധാകരൻ ഡ്രാക്കുള എന്ന് വിളിച്ചു എന്നതായിരുന്നു. ജി സുധാകരൻ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഇതാണ് അവസ്ഥ എങ്കിൽ വരും ദിവസങ്ങൾ എത്രയോ ഭയാനകമാകുമെന്നതാണ് അമ്പലപ്പുഴയിലെ ഇപ്പോഴത്തെ ചർച്ച. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.